കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മലയാളത്തിലെ ഒരു ദിനപത്രത്തിൽ വന്ന വാർത്തയുടെ തലക്കെട്ട് കലക്കി മക്കളെ എന്നതായിരുന്നു. ഉള്ളടക്കം പന്തളം NSS കോളേജിലെ ആർട്സ് ക്ലബ്ബ് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടായിരുന്നു. അവിടുത്തെ ആർട്സ് ക്ലബ്ബ് ഉദ്ഘാടനം ചെയ്തത് രമേശേട്ടൻ എന്ന് പറയുന്ന സെക്യൂരിറ്റി ജീവനക്കാരനും സിന്ധു ചേച്ചി എന്ന് പറയുന്ന സ്വീപ്പർ ജീവനക്കാരിയും കൂടിയാണ്. രണ്ടാമത്തെ ഒരു സംഭവം നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ വളരെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പിൾസാണ് ചായ് കപ്പിൾസ്. താരതമ്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു കാലഘട്ടത്തിൻ്റെ മാറുന്ന സാംസ്കാരിക പ്രാതിനിധ്യമാണ് ഇതൊക്കെ സൂചിപ്പിക്കുന്നത്. നമ്മുടെയൊന്നും കോളേജ് കാലത്ത് നമുക്കൊന്നും ഒരിക്കലും തോന്നാത്തൊരു ചിന്തയാണ് നമുക്ക് വേണ്ടി കാവൽ നിൽക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ് മുറികളും നമ്മുടെ വരാന്തകളുമൊക്കെ ശുചീകരിക്കുന്ന ഒരു ചേച്ചിയെയും അതുപോലെ തന്നെ നമുക്ക് വേണ്ടി കാവൽ നിൽക്കുന്ന ചേട്ടനെയും ഒന്നും പരിഗണിക്കുക എന്നുള്ളത്. പക്ഷേ പുതിയ കാലം അവരെയൊക്കെ പരിഗണിച്ച് അവരെയൊക്കെ ഉൾക്കൊണ്ട് മുന്നേറുകയാണ്. നമ്മുടെ നാട്ടിൽ ഒരു പ്രവണത എന്തായിരുന്നു വെച്ചാൽ വൈറ്റ് കോളറായിട്ടുള്ള അല്ലെങ്കിൽ വളരെ വൃത്തിയോടെ ഡ്രസ്സ് ചെയ്തു പോയി ചെയ്യുന്ന ജോലികൾ മാത്രമേ നല്ല ജോലികളുള്ളൂ എന്നുള്ള ഒരു തെറ്റായ ഒരു പൊതുബോധമുണ്ടായിരുന്നു. ആ തെറ്റായ പൊതുബോധത്തെയാണ് ചായ് കപ്പിൾ എന്ന് പറയുന്ന ആ രണ്ടു പേർ ചേർന്ന് പൊളിച്ചെഴുതുന്നത്. ഒരു നാട് എങ്ങനെ മാറുന്നു, അല്ലെങ്കിൽ ഒരു നാട് ആ നാടിൻ്റെ പുരോഗതി എങ്ങനെ കൈവരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ രണ്ട് സംഭവങ്ങളും. ഒരു നാടിന് അതിൻ്റെ സാംസ്കാരിക സമത്വം കൈവരിക്കുന്നത് അത് സാംസ്കാരിക കൂട്ടായ്മകളിലൂടെയാണ്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വിജ്ഞാനം പങ്കുവയ്ക്കലുകളിലൂടെയാണ്, ഇത്തരത്തിലുള്ള ജ്ഞാന സമ്പാദനത്തിലൂടെയാണ്. ഒരു തൊഴിലും ഒരു മനുഷ്യനും മാറ്റി നിർത്തേണ്ടതല്ല എന്നുള്ള തോന്നലുണ്ടാവുന്നിടത്താണ് ഒരു നാട് സാംസ്കാരികമായ ഔന്നിത്യം കൈവരിക്കുന്നത്. പലരും പറയും നമ്മുടെ പുതിയ തലമുറ വളരെ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞു പരത്തുന്ന അല്ലെങ്കിൽ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഒരു സവിശേഷമായ സാഹചര്യം കൂടി നിലവിലുണ്ട്. പക്ഷേ നമുക്കൊന്നും തോന്നാത്ത, അല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ തോന്നാത്ത കാര്യമാണ് പന്തളം NSS കോളേജിലെ ചെറിയ കുട്ടികൾ ചെയ്തത്. ഒരു നാടിൻ്റെ സാംസ്കാരിക പുരോഗതിക്ക് അല്ലെങ്കിൽ ചിന്താപരമായ മാറ്റങ്ങൾക്ക് ഏറ്റവും സഹായകമായ സംഗതികളാണ് സാംസ്കാരികമായ കൂടിച്ചേരലുകളും അതുപോലെ തന്നെ പുസ്തകോത്സവങ്ങളുമൊക്കെ. ഓരോ പുസ്തകോത്സവങ്ങളും ഓരോ സാംസ്കാരിക കൂടിച്ചേരലുകളും രൂപപ്പെടുത്തുന്നത് അല്ലെങ്കിൽ അടയാളപ്പെടുത്തുന്നത് ഒരു നാട് കൈവരിച്ച സാംസ്കാരിക സമത്വത്തെയാണ്, ഒരു നാട് കൈവരിച്ച ചിന്താപരമായ ഔന്നിത്യത്തെയാണ്.